ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ് ആൻഡ് ഇന്നത്തെ വ്ലോഗ് എനിക്ക് കുറച്ചധികം സ്പെഷ്യലാണ്. ഞാൻ ഇന്ന് എൻ്റെ കല്യാണ പുടവ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് രാവിലത്തെ ട്രെയിനാണ് എടുത്തത്. അപ്പം ഞാനും വിഷ്ണുവിൻ്റെ അമ്മയും വിഷ്ണുവിൻ്റെ ബ്രദറും ആണ് പോകുന്നത്. പിന്നെ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പയും വിഷ്ണുവിൻ്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം ഉള്ളിലിരുന്നു, സംസാരിച്ചു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ടൈം ആയപ്പം പപ്പയും അച്ഛനും പോയി അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ് എൻ്റെ കല്യാണപ്പുടവ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കുറേ വർഷത്തെ ഡ്രീമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അമ്മ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ ഒരു സിസ്റ്റർ കാലിക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവളെയും കൂടി കൂട്ടിയിട്ട് പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ അവൾക്ക് ലീവില്ലാത്തത് കാരണം ഞങ്ങൾ കൂടെ വരാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ കാലിക്കറ്റ് സ്റ്റേഷൻ എത്തിയപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, സോ ദാറ്റ് ആർക്കും ഒന്നും മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയ ദിവസം നല്ല അടിപൊളി വെതറായിരുന്നു. നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇറങ്ങുമ്പം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാലിക്കറ്റൊക്കെ എത്തിയപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മഴയില്ല, വെയിലില്ല, നല്ല രസമായിട്ടുള്ള വെതറായിരുന്നു. ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള വെതറും വിൻഡോ സീറ്റും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കല്യാണം കൂടിയാണല്ലോ, അതുകൊണ്ട് നല്ല നല്ല ഡ്രീംസൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ ട്രെയിൻ ജേർണി നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങൾ ഷൊർണൂർ എത്തി. എന്തുകൊണ്ടാണെന്നറിയില്ല, പണ്ട് തൊട്ടിട്ടേ ഷൊർണൂർ എത്തുമ്പം എനിക്ക് ഇഡ്ഡലി വട എന്തെങ്കിലും ആയിട്ട് കഴിക്കാൻ തോന്നും. എൻ്റെ പപ്പേൻ്റെ നാട് പാലക്കാടാണ്. അപ്പം ഞങ്ങൾ പണ്ട് സമ്മർ ഹോളിഡേയ്സിന് നാട്ടിലോട്ടേക്ക് പോകുന്ന സമയത്ത് ഒറ്റപ്പാലം ഞങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ കൂടെ ഷൊർണൂർ എത്തുമ്പോൾ പപ്പ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു തരും. അതുകൊണ്ടാണോ എന്നറിയില്ല, എപ്പോൾ ഷൊർണൂർ എത്തുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ഈ പ്രാവശ്യം അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ സ്റ്റോറീസൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് വടയും ചായയും കോഫിയും ഒക്കെ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മക്കും ഞാനിങ്ങനെ പാലക്കാട് പോയിട്ടുള്ള ഓരോരോ സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഒറ്റപ്പാലം, മങ്കര, എൻ്റെ നാടും കാര്യങ്ങളൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പാലക്കാട് അല്ലെങ്കിലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ല വെതറും കൂടി ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും നല്ല പോലെ എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേസ്, ഞാൻ ഈ വ്ളോഗിൽ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കല്യാണപ്പുടവ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ കല്യാണപ്പുടവ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് പോകുന്നത് എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ണൂർ കുറേ ഷോപ്സിൽ സാരി എടുക്കാൻ വേണ്ടിയിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്തു എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ. അങ്ങനെ കുറച്ച് ഷോപ്സൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഡിസൈഡ് ചെയ്തു നമുക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോകാമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കോയമ്പത്തൂർ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്താ ഏതാ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കുറേ പേര് പറഞ്ഞു നല്ല സാരീസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് കുറേ കാലമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഞാനിതുവരെ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തു നമുക്ക് കോയമ്പത്തൂർ പോയാലോ സാരി എടുക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ എല്ലാവരും ഓക്കെ ആയിരുന്നു. അങ്ങനെ കോയമ്പത്തൂർ പോകാമെന്ന് നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. സോ ദാറ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ ടൈമൊന്നും അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇവിടുന്ന് ഡയറക്റ്റ്ലി നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. അപ്പം രാവിലെ തന്നെ ഇറങ്ങിയത് കാരണം എല്ലാവരും കുറച്ചധികം ടയേർഡായിരുന്നു. ഇനിയിപ്പോൾ റൂമിൽ പോയി നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് സെറ്റിലായിട്ട് ഫ്രഷനപ്പായിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ വന്നിട്ട് വെജ് മീൽ കഴിക്കണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് കുറച്ച് നടന്നു. അങ്ങനെ ഒരു നല്ല വെജ് റെസ്റ്റോറൻറ്റ് കിട്ടിയപ്പോൾ അവിടെ നിന്ന് നമ്മൾ വെജ് മീൽസാണ് കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് ടാക്സി ബുക്ക് ചെയ്തു. അപ്പോഴേക്കും വിഷ്ണു വീഡിയോ കോളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു 3:34 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു എൻ്റെ വെഡ്ഡിങ് സാരി ഇന്ന് നോക്കണോ വേണ്ടയോ എന്നുള്ളത്. കാരണം നമ്മൾ വെഡ്ഡിങ് സാരി എടുക്കുമ്പോഴെപ്പോഴും ഡേ ലൈറ്റിൽ പോയിട്ട് കൂടി ചെക്ക് ചെയ്യണമല്ലോ, കളറൊക്കെ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ലൈറ്റ് ഡിമ്മായി തുടങ്ങുമ്പം കളറ് നല്ല രീതിയിൽ മനസ്സിലാവില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ആ കാര്യത്തിൽ കുറച്ചധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ വെഡ്ഡിങ് സാരി നാളെ എടുക്കാം, നാളെ ഒരു ഹോൾ ഡേ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കാം. ഇന്ന് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനുള്ള സാരീസ് വാങ്ങാം. പിന്നെ അതേപോലെ നമ്മളെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിനുള്ള സാരീസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും സാരീസ് കാണുന്നത്. ഇത്രയും അധികം പാറ്റേൺസും ഡിസൈൻസും അത്രയും അധികം കളക്ഷൻസ്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉള്ളത് കാരണം ഞങ്ങളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി സാരീസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
കുറേ സാരീസ് നോക്കി ടയേർഡായി. അങ്ങനെ നമുക്ക് ഫിൽറ്റർ കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നിനി മെയിനായിട്ടുള്ളത് അമ്മമാർക്കുള്ള സാരിയാണ്. അമ്മമാർക്ക് മെയിൻ ഫങ്ഷൻസിന് ഇടാനുള്ള സാരികളാണ് ഇനി നോക്കാനുള്ളത്. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ഓരോരോ സാരീസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ അതേപോലെ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു. എൻ്റെ അമ്മേനെ വീഡിയോ കോൾ ആക്കിയിട്ട് അമ്മയ്ക്ക് ഞാൻ ഓരോരോ സാരീസൊക്കെ കാണിച്ചു കൊടുത്തു. അമ്മയും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടോ. ഒരുപാട് സാരീസ് കാണിച്ചു കൊടുത്ത കാരണം അമ്മയും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ലാസ്റ്റ് എനിക്കിഷ്ടമുള്ളത് ഞാൻ എടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ഞങ്ങൾ ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എടുത്ത സാരീസാണ്. ഓൾമോസ്റ്റ് ഒരു 2-3 അവേഴ്സ് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ പോയത് ജെൻസ് കളക്ഷനിലോട്ടേക്കാണ്. ലേഡീസിൻ്റെത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ജെൻസിൻ്റെ സൈഡിലോട്ടേക്ക് വരുമ്പം കളക്ഷൻസൊക്കെ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ലേഡീസിൻ്റെത് ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ജെൻസിൻ്റെത് അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഉണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 5-6 അവേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 10 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ജെൻസിൻ്റെയൊക്കെ കളക്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച സാരീസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞങ്ങൾ പോകുമ്പോഴേക്കും അവരവിടെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയും അധികം പർച്ചേസ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ അവർ ഈ സർവീസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. എനിവേസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്ത് തരാമെന്നുള്ളത്. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ കസ്റ്റമർ സർവീസ് തന്നെയാണ്. സാധാരണ നമ്മൾ സാരീസൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് സാരീസൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും അവർ പിന്നെ മടിക്കും അടുത്ത സാരീസ് വലിച്ചിടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എത്രയോ സാരീസ് ഇങ്ങനെ കാണിച്ചു തന്നുകൊടുക്കാൻ സ്റ്റാഫ് നമുക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നിൽക്കുക. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഒരുപാട് പർച്ചേസ് ചെയ്തത് കാരണം ഒരുപാട് ബാഗ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടുത്തെ സ്റ്റാഫ്സ് തന്നെയാണ് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്തത്. ഞങ്ങളാണെങ്കിൽ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം ബാഗ്സൊക്കെ കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ഫുഡ് കഴിച്ചിട്ട് അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. നിന്നോട് പറയണം. ഹലോ, വെൽക്കം ബാക്ക്. ഒരു 7-7:30 ആകുമ്പോഴേക്കും ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 8:30-9 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോത്തീസിലോട്ടേക്കാണ് പോയത്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ നോക്കി സെലക്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും എൻ്റെ സിസ്റ്ററും പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടും നമ്മുടെ അബിയും വന്നിട്ടുണ്ടായിരുന്നു. 2 സാരീസ് എടുക്കേണ്ടത് കാരണം ഞങ്ങൾ വേറെയും കുറേ കളേഴ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ മൈൻഡിൽ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അതെടുക്കണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തന്നെ അവിടെ പോയപ്പം കുറേ നല്ല കളേഴ്സ് കണ്ടപ്പം ഞങ്ങൾ വിചാരിച്ചു അതും കൂടി ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് എടുക്കണം. പക്ഷേ എന്തായാലും മുഹൂർത്തം ലുക്കിന് എനിക്ക് റെഡ് ഇടണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.
അതിനുശേഷം ഞങ്ങൾ പോയത് ചെന്നൈ സിൽക്സിലോട്ടേക്കായിരുന്നു. അപ്പോൾ ഈ കുട്ടി നമ്മളൊരു സബ്സ്ക്രൈബറാണ്, പാലക്കാടുള്ള കുട്ടിയാണ്. ഷി വാസ് വെരി സ്വീറ്റ്. കമ്പയറിംഗ് ടു പോത്തീസ് ഇവിടെ കുറച്ച് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഓൾസോ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇഷ്ടപ്പെട്ടതൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്നൈ സിൽക്സിൽ നിന്നും ഞങ്ങൾ കുറേ റെഡ് സാരീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച ആ ഒരു കറക്റ്റ് ഷെയ്ഡിലുള്ള റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ഓറഞ്ച് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അത് ഞങ്ങൾ അവിടെ മാറ്റി വെച്ചു. അങ്ങനെ ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ശ്രീദേവിയിലോട്ടേക്ക് പോയി സാരി എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഞങ്ങളൊരു 5-6 അവേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ചു പറ ഏത് കളറാ എടുക്കണ്ടേ? ഓറഞ്ച് എടുത്തോ. ഓറഞ്ചാ? ബേൺഡ് കിങ്ങി ഓറഞ്ച്. റെഡിഷ് ഓറഞ്ച്. അവിടെ നിന്ന് ഇതേപോലെ കുറേ റെഡ് സാരീസൊക്കെ നോക്കി വെച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ സാരീസ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പം പെട്ടെന്നൊരു സാരി കാണിച്ചു കേട്ടോ. ആ സാരി പുറത്ത് എടുത്ത് കഴിഞ്ഞ പാട് ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് ഫീലായി ആ സാരീനോട്. ആൻഡ് ഞാൻ ആ സാരി ട്രയൽ ചെയ്ത് കഴിഞ്ഞപ്പം ഞാനും എൻ്റെ സിസ്റ്ററും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിപ്പോയി. ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള കണക്ഷൻ സാരികൾക്ക് നമുക്ക് തരാൻ പറ്റുവാണെങ്കിൽ 2 സാരി കല്യാണത്തിന് വേണ്ടി എടുത്ത എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കല്യാണ സാരി നമ്മൾ പോയിട്ട് ചൂസ് ചെയ്യുന്നതല്ല, ആ സാരി നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്.
അങ്ങനെ കുറച്ച് കൾച്ചറൽ സീൻസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു 2 സാരി എടുക്കുന്നതിൽ ഒരു സാരി എന്തായാലും അതന്നെ ചൂസ് ചെയ്യാന്നുള്ളത്. എൻ്റെ സാരി എടുത്തതിന് ശേഷം എൻ്റെ സിസ്റ്റർക്കും പിന്നെ അമ്മമാർക്കൊക്കെയുള്ള സാരികൾ നോക്കാൻ വേണ്ടിയിട്ട് പോയി. സിസ്റ്ററിൻ്റെ സാരി അങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് മിനിമൽ ബോർഡർ ആയിട്ടുള്ള എന്നാൽ ഫുൾ ഗ്രീൻ വരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു. പക്ഷെ അത് അങ്ങനെയൊന്നും പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ വേറൊരു ഷോപ്പിൽ നിന്നായിരുന്നു അത് കിട്ടിയത്. എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസോ വീഡിയോസോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. എൻ്റെ സിസ്റ്ററിൻ്റെ സാരിയും അതേപോലെ എൻ്റെ സിസ്റ്ററിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു വെഡ്ഡിങ്ങിന്. ആൻഡ് ഓൾസോ കംപ്ലീറ്റ് സ്റ്റൈൽ ചെയ്തതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അമ്മമാർക്കുള്ള സാരിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഓരോരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഓരോരോ സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ സാരീസ് ജസ്റ്റ് കാണുമ്പം ഇഷ്ടമായ സാരീസ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും എടുത്ത് കഴിയുമ്പോഴേക്കും നൈറ്റായി. പക്ഷെ എന്നാലും ഞങ്ങൾ 2 സാരി എടുക്കണമെന്ന് വിചാരിച്ചിരുന്നല്ലോ. അപ്പം ഒരു സാരി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ അപ്പോഴേക്കും സ്റ്റാഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇത്രയും ഹരിയായിട്ട് എടുക്കണ്ട, വിഷ്ണു വന്നതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നമുക്ക് കോയമ്പത്തൂർ ഒന്നും കൂടി വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സാരി കളക്ട് ചെയ്യാൻ പോകുന്ന മൊമെൻ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ആൻഡ് എനിക്ക് ഇവിടെ ഷോപ്പ് ചെയ്യാൻ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. നമ്മളെ വെഡ്ഡിങ് സാരി നമുക്ക് തരുന്ന സമയത്ത് അവർ പൂജയൊക്കെ ചെയ്തിട്ടാണ് തരിക. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. ഇതും എനിക്ക് ശരിക്കും ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ റൂമിലെത്തി ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോഴുണ്ടല്ലോ ഒരുപാട് ഷോപ്പിംഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും ഷോപ്പിംഗ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സിസ്റ്റർ അവളാണ് എല്ലാം നമുക്ക് പാക്ക് ചെയ്ത് തന്നത്. കാരണം നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ഞങ്ങൾ കണ്ണൂരേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ കണ്ണൂരേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പേ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഇതേപോലെ രാവിലെ എണീച്ച് ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വേഗം അടുത്തുള്ളൊരു മോളിലേക്ക് പോയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി പെൻഡിങ് ആയിരുന്നു. ലൈക്ക് നമ്മൾ സാരിക്കിടേണ്ട അണ്ടർ സ്കേർട്ടും കാര്യങ്ങളും അതൊക്കെ വാങ്ങിച്ചു. അവിടുന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായത് കാരണം കിങ്കിയും അബിയും, കിങ്കി എൻ്റെ സിസ്റ്ററാണ്, കിങ്കിൻ്റെ ഫ്രണ്ടാണ് അബി. അപ്പോൾ ഇവർ രണ്ടുപേരും പോയിട്ട് ടിക്കറ്റും സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക ചെയ്തത്. ടാറ്റാ ടാറ്റാ. ആ പൊട് ടാറ്റാ ബൈ. അപ്പോൾ അതായിരുന്നു എൻ്റെ കല്യാണപ്പുടവ ഷോപ്പിങ്ങിൻ്റെ ഫസ്റ്റ് വ്ളോഗ്. ഇനിയിപ്പോൾ അടുത്ത സാരി എടുക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു വന്നതിന് ശേഷം ഞങ്ങൾ എഗെയിൻ വരുന്നതായിരിക്കും. അപ്പോൾ അത് അടുത്ത വ്ളോഗിലൂടെ കാണാം. ടേക്ക് കെയർ, ബൈ.